അയ്യോ പശു വളർത്താനോ ഡിഗ്രി പഠിച്ചത് അതിനാണോ എന്ന് ചോദിച്ച് മുഖം തിരിക്കുന്ന യുവതലമുറയ്ക്ക് മാതൃകയാണ് രാജാക്കാട് സ്വദേശി മേഘ. രാജാക്കാട് തുരുത്തുമനക്കൽ വിപിന്റെ ഭാര്യ മേഘയും അമ്മ നളിനാക്ഷിയും കഠിനാധ്വാനത്തിലൂടെ നേടിയ വിജയം നാടിനാകെ മാതൃകയാവുകയാണ്. ബിരുദധാരിയായ മേഘ മറ്റു ജോലികളെക്കാളും ഇഷ്ടപ്പെട്ടത് സ്വയം തൊഴിലാണ്. കുടുംബാംഗങ്ങളുടെ കൂട്ടായ തീരുമാനം മേഘയും അമ്മ നളിനാക്ഷിയും യാഥാർത്ഥ്യമാക്കി. അത് എൻ്റെ വീട്ടിലും ഞാൻ വന്ന വീട്ടിലും പശുവൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിലോട്ട് ഈ പശു ആട് അതിനിടയ്ക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണേലും കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്താണേലും ഇവിടെ 2 പശുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന കണ്ടപ്പോൾ അതിനോടൊരു താല്പര്യത്തിൻ്റെ പുറത്തായിട്ട് ഒരു ഫാമിലേക്ക് ആയാലോ എന്ന് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു 3 പശുവിൽ തുടങ്ങി. അങ്ങനെ ഇപ്പം ഇത്രയും വലിയ പശുക്കളായി നിൽക്കുന്നു. വലിയൊരു ഫാമായിട്ട് തുടങ്ങണം എന്ന് ഞങ്ങളങ്ങ് ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. സ്വയം തൊഴിലിനു വേണ്ടി മൂലധനമായി ലോണിന് അപേക്ഷിക്കുകയും വായ്പ ലഭിച്ചതോടെ വീടിനോട് ചേർന്നുള്ള സ്ഥലമൊരുക്കി പശുഫാം തുടങ്ങി. കുടുംബാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൽ പശു വളർത്തൽ പുതുചരിത്രമായി. HF ഇനത്തിലെ 30 പശുക്കളും കർണാടകയിലെ കൃഷ്ണഗിരിയിൽ നിന്നും വാങ്ങിയ 12 പശുക്കളും നിലവിൽ ഫാമിലുണ്ട്. ഓരോന്നിനും 40 ലിറ്റർ പാൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ ജമുന പ്യാരി വിഭാഗത്തിൽപ്പെട്ട 17 ആടുകൾ, നാടൻ കോഴി, താറാവുകൾ, വാത്ത, കരിങ്കോഴി തുടങ്ങിയ വളർത്തു പക്ഷികളെയും മൃഗങ്ങളെയുമൊക്കെ ഇവിടെ കാണാം. ഡിഗ്രി പാസ്സായിട്ടും മറ്റു ജോലിയോ ശമ്പളമോ തേടിപ്പോകാതെ സ്വയം തൊഴിൽ എന്ന മാതൃകയാണ് മേഘയും അമ്മ നളിനാക്ഷിയും കാണിച്ചു തരുന്നത്. ഇതാവുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരു സന്തോഷമുണ്ട് ഇതിൽ നിന്ന്. അതായത് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും വളരെ നമ്മൾ PSC എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ. ഇതിനങ്ങനെ നമുക്കൊരു സ്ട്രെസ് ഉള്ളതായിട്ടില്ല. നമ്മൾ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി നമ്മളുടെ ടെൻഷൻ എല്ലാം മറന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നല്ലൊരു സന്തോഷം നമുക്ക് കിട്ടും. കാരണം മറ്റുള്ളവർ നമ്മളെ ഭരിക്കാൻ വരുന്നില്ല. പരിപൂർണ പിന്തുണയുമായി അച്ഛൻ സുകുമാരനും കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. ഈ തിരക്കുകൾക്കിടയിലും സമീപത്തെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട് മേഘ. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.